ജയരാജൻ കടമ്പഴിപ്പുറത്തു നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജയരാജൻ, കാടാമ്പുഴ. ഓക്കെ, കാടാമ്പുഴ. ജയരാജൻ കാടാമ്പുഴ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. യെസ്, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, കിട്ടിയിരുന്നില്ല സാറേ. കിട്ടിയിരുന്നില്ല, നല്ല തിരക്കായിരുന്നല്ലോ. അതെ. പിന്നെ ഇന്നത്തെ ഈ വിഷയം എടുത്ത് തീർച്ചയായിട്ടും സാറേ നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചിലർക്ക് അതിന് നന്മയുണ്ടാവും, ഒരു ഭൂരിപക്ഷം അതിന് തിന്മയാവും. എന്തായാലും നന്മയും തിന്മയും നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ അടച്ചു വെക്കാൻ പാടില്ലല്ലോ. ഇന്ന് ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ചത് കാരണം ഒരുപാട് വനിതകൾ നമ്മുടെ ഈ ചർച്ചയിലേക്ക് കടന്നു വന്നെന്നുള്ളതാണ്. അത് നമ്മൾ ജയരാജ് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ രാഷ്ട്രീയ വിഷയങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ സ്ഥിരം ആളുകൾ തുടരെ വിളിച്ച് രാഷ്ട്രീയ വിഷയത്തിൽ ഒരു നിലപാട് അവർക്ക് നേരത്തെ ഉണ്ട്. അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി അത് തീരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നത് അവർക്കിതിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വിളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു അത് മറ്റാളുകളെ കൂടി ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണല്ലോ. അതൊരു ചർച്ച എന്ന് പറയുമ്പോൾ സാറേ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ചിലർക്ക് അത് താല്പര്യം ഉണ്ടാകുന്നില്ല, പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇതിന് താല്പര്യം ഉള്ളതാണ്. കാരണം ഞാൻ ഇന്ന് ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് ചർച്ചയിൽ വരാത്ത വനിതകൾ ചർച്ചയിലേക്ക് കടന്നു വരുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നു. പലരും ധീരമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു. ധീരമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇന്നത്തെ ചർച്ച തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ചർച്ച തീർച്ചയായിട്ടും മനു സാറേ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക സാറേ, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾക്ക് കുറച്ച് ഏജ് ആയി പോയതാണ്. നമ്മളൊക്കെ ഇപ്പോഴാണ് അത് അറിഞ്ഞു വരുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ അഡിക്റ്റായി തീർന്നിരിക്കുന്ന ഒരു വലിയൊരു സമൂഹം തന്നെ ഇവിടെ നമ്മളെ ഉണ്ട്. കാരണം എനിക്കിപ്പം സാറിന് അറിയാമല്ലോ, സുഖമില്ലാതിരിക്കുന്നവരാണ്. അപ്പൊ ഇതിനു മുമ്പാണെങ്കിലും ഞാൻ 2-3 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഈ രാഷ്ട്രീയത്തിലാണെങ്കിലും അതുപോലെ മറ്റുള്ള ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിലൊക്കെ ആണെങ്കിലും ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു വിഷയം എനിക്കൊരു പ്രാവശ്യം ചർച്ച വന്നു. അത് എന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ്, 26 വയസ്സേ ഉള്ളൂ. അവന് 20 ക്ലൈന്റ് ആണ് അന്നിനോട് സംസാരിച്ചത്. 20 ക്ലൈന്റ് ആണ്. ഒരു വ്യക്തിയുടെ അടുത്ത് പോയി കഴിയുമ്പോൾ ഇവന് കിട്ടുന്ന ഫുഡ് അന്നത്തെ സമയത്ത് 3 വർഷം മുമ്പാണ് 7,500 റുപ്യാണ് ഒരു 12 മണിക്കൂറിനുള്ളിൽ ഇവന് കിട്ടുന്നത്. ഇത് വരുന്നതോ സാറേ, അത് പറയാൻ നമുക്ക് ഒരു വലിയൊരു മടിയുണ്ട്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അവരുടെ ഭാര്യമാരാണ് ഇവരുടെ ക്ലൈന്റ്. എന്നിട്ട് ഈ വിവരം ഈ ഭാര്യമാര് വിളിച്ചിട്ട് ഭർത്താവിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ സാറേ നമ്മുടെ ഒരു പോക്ക്. അതിലവർ ആനന്ദം കൊള്ളുകയാണ്. ഇവനെ പറ്റി പൊക്കി പറയുക, ഭർത്താവിന്റെ അടുത്ത് പൊക്കി പറയുക, ഭർത്താവ് അതിനെ അനുകൂലിച്ച് ഇങ്ങോട്ട് സംസാരിക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് നടക്കുന്നതാണ്. ചെറിയൊരു ഭാഗത്ത് ഒരു ലൈംഗിക അരാജകത്വം നാട്ടിൽ ഉണ്ട് എന്നതാണ് സൂചന നൽകുന്നത്. ലൈംഗിക ദാരിദ്ര്യമുണ്ട്, അരാജകത്വമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സാറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാഷ്ട്രീയം ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ചടപ്പുണ്ടാകും. നമ്മളത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കാണല്ലോ മനസ്സിൽ. ഇന്ന കാര്യം വരുമ്പോൾ ഇന്ന് നമുക്ക് തുറന്നടിക്കാന്ന് പറയാമല്ലോ. ഇതിപ്പോ നമ്മൾ ആലോചിച്ചാണ് സംസാരിക്കുക. അപ്പം തീർച്ചയായിട്ടും മനസ്സാറെ അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് വേണുഗോപാൽ എന്നോട് പറയുന്നത് 12 മണി കഴിഞ്ഞ് 2K പിള്ളേർ ഭക്ഷണം കഴിക്കുന്നത് പോലും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പോഴിങ്ങനെ നടന്നു എന്നതിൽ അത്ഭുതം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേണുഗോപാൽ പറഞ്ഞ ആ കാര്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ കുറേ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അപ്പോൾ അവരെ എങ്ങനെയോ പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിലേക്ക് എന്തിനാണ് എത്തി നോക്കുന്നത്? ആവശ്യമുള്ളവർ പോയി ചെയ്യട്ടെ. നിങ്ങൾ സദാചാരം വിളമ്പി നടക്കുന്നുവെന്ന്. ഞാൻ സദാചാരമൊന്നും വിളമ്പി നടക്കുന്നില്ല. ആളുകൾ സദാചാരം മുറുകെ പിടിക്കണമെന്നും എനിക്കില്ല കേട്ടോ. കേരള ഹിറ്ററാണ് അത് എനിക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ കേരള ഹിറ്ററോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് സദാചാര ബോധമൊന്നുമില്ല. ഞാൻ ഈ നാടിൻ്റെ തകരുന്ന എന്താ പറയുക ആളുകളുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതിനൊക്കെ നമുക്ക് ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാനൊക്കെയുള്ളൊരു ശ്രമം ഉണ്ടാകണം എന്ന ഒരു വിഷയത്തിലേക്കാണ് ഞാൻ എൻ്റെ ചർച്ച മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആളുകളുടെ തകരുന്ന കുടുംബ ബന്ധങ്ങൾ, തകരുന്ന വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ പുനഃസൃഷ്ടിക്കാതെ ഇതിനൊരു കാരണമാകുന്നു എന്നതാണ് പലരും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു സദാചാരത്തിൻ്റെ മാത്രം പ്രശ്നം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
സതി ബാബുരാജിന് നമസ്കാരം മനു. ഇറ്റ് ഇസ് കലികാല വൈഭവം. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദിസ്. അവർ കൾച്ചർ ഇസ് ഡിക്ലൈനിങ്. ഐ എം എഫ്രൈഡ് അവർ ജനറേഷൻ. ഐ വോണ്ട് വസുദേവ കുടുംബകം എന്ന് പറയുന്നത്. വസുദേവ കുടുംബകം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന അർത്ഥത്തിലാണല്ലോ നമ്മൾ വസുദേവ കുടുംബകം എന്ന ശശിധരൻ പിള്ളയ്ക്ക് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്ക് ഈ ടോപ്പിക്ക് എടുത്തത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയാത്ത ടോപ്പിക്ക് എടുത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണമെന്നില്ല ശ്രീ ശശിധരൻ വയലാർ. ഇത് വേറെ വിഷയമുള്ള ഇത്തരം കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിലാക്കി എത്രയോ പുതിയ ആളുകൾ വിളിച്ചില്ലേ. അപ്പോൾ അവർക്കും ഇതൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ശിവദാസൻ ബാലരാമപുരത്ത് എന്നോടൊപ്പം ചേരുന്നു. ശിവദാസൻ നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായി സാറിന് ഈ പൊതുവേദി കൂടി ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ കഴിവ് കാണിച്ചതിലും അത് ഈ ന്യൂസ് എയ്റ്റ് അനുവാദം തന്നതിലും ആദ്യം ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത് കാരണം ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുള്ളവനാണ്. പക്ഷേ അതിനുപരി അതിനേക്കാളും 100 മടങ്ങ് ആ പുരുഷന്മാരും സ്ത്രീകളും ഒരേ സെക്സിന് വേണ്ടി വ്യവസായമായി നടക്കുന്നുണ്ട്. അത് പ്രായമായവരുമുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കാണുന്നുണ്ട്, നമ്മളെ നിയമം പിടിക്കുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഇത്രയും ലൈംഗിക തൊഴിലാളികൾക്കും ആണിനും പെണ്ണിനും ഇത്രയും വളർത്തിയെടുത്തത് ഇന്ത്യൻ ഭരണഘടനയെ മറച്ചു വെച്ചുകൊണ്ട് കാലകാലങ്ങളിൽ ഭരണ രാഷ്ട്രീയ പാർട്ടികള് പാർലമെന്റ് ഹൗസ് കൂടിയിട്ട് അത് സുപ്രീം കോടതി ചെയ്ത് നിയമങ്ങൾ വയ്ക്കും. ആ ഇളവ് കൊടുത്തതിന്റെ പ്രതിഭാസമാണ് സാർ ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. പൊതുവേദിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തിരുത്താറുണ്ട്. എന്തെങ്കിലും തെറ്റായ ഒരു ലൈംഗിക ചെവ വന്നാൽ പോലും സാറും തിരുത്താറുണ്ട്. അത് നമുക്ക് അനുഭവങ്ങളാണ്. പക്ഷെ ഇത് എടുത്തിട്ടത് പണ്ടേ സരമഞ്ജന സിനിമ ഉണ്ട്. സരമഞ്ജൻ ജയന്റെ പടത്തിലെ ഷീല ഒരു ഭർത്താവ് കിടക്കുമ്പോൾ അദ്ദേഹം ആരോഗ്യത്തിന് വേണ്ടി സ്വത്തും ഭാവം കണ്ട് ഇദ്ദേഹം സ്നേഹിക്കുകയും അവസാനം ആ കുടുംബം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ അതല്ല ഇന്നത്തെ വിഷയം. ഇന്ന് 12, 10, 15 പിള്ളേർക്ക് അവര് 500, 5000 രൂപ 10,000 രൂപ മൊബൈൽ വാങ്ങാനും ഡ്രസ് വാങ്ങാനും ഈ കയ്യിലിരിക്കുമ്പോൾ അച്ഛനന്മാർ ശ്രദ്ധിക്കുന്നില്ല. 6,000 ഞാൻ കുറ്റം 6,000-7,000 രൂപയ്ക്ക് ജോലി സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. ഏതായാലും ഇതൊരു കൃത്യമാണ്. അപ്പൊ ശ്രീ ദാസൻ കണ്ണൂർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട പ്രേക്ഷകനാണ്. സമയം തീർന്നാലും അദ്ദേഹം മിസ്സാകാൻ പാടില്ലെന്നുള്ളതുകൊണ്ട്. ശ്രീ ദാസൻ, ഞാൻ പറയുന്നത് ഈ വിഷയം എടുത്തത് വളരെ നല്ലതാണ്, തെറ്റില്ല. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടില് ഒരു ലൈംഗിക താരതമ്യം അതൊരു വസ്തുത തന്നെയാണ്. ലൈംഗിക ദാരിദ്ര്യവും ലൈംഗിക അരാജകത്വം ഒക്കെ ഉണ്ടെന്നുള്ള സൂചനയാണോ കിട്ടുന്നത്? അത് മാത്രമല്ല, നമ്മള് ആയിക്കും വെള്ളം കുടിക്കുന്ന പോലെയും ഭക്ഷണം കഴിക്കുന്ന പോലെയും അതുപോലെ തന്നെ ലൈംഗിക കാര്യം. ഒരു സംശയവും വേണ്ട. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്പാ സെന്ററുകള് ഇപ്പോ ഇഷ്ടംപോലെ നടക്കുന്ന ഈ വിഹാരം തന്നെയാണ് ഭൂരിഭാഗം സ്പാ സെന്റർ പേര് മാത്രമേ ഉള്ളൂ. അതിൽ നടക്കുന്ന കാര്യങ്ങള് ഒരു മണിക്കൂറിന് 2,000, 5,000, 3,000 പാടില്ല നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു വലിയ പ്രശ്നമായി. അനവധി ചെറുപ്പക്കാർ 28, 30, 40, 50 വയസ്സായ ചെറുപ്പക്കാർ പിള്ളേരെ കല്യാണം കഴിക്കാൻ പൊന്നു കിട്ടാതെ നരയിക്കുന്ന ഈ നാട്ടില് അവർക്ക് അവരെ ലൈംഗിക കാര്യം എങ്ങനെ സാധിപ്പിക്കും? അത് ഒരു ഉത്തരം നമുക്ക് പറയണം. നമ്മൾ പൊതുസമൂഹം പറയണം. ശരി, ഏതായാലും ഈ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ. പിന്നെ ഒറ്റ സെക്കൻഡ് ഒരു കാര്യം പറയാം. നിങ്ങൾ രാവിലെ 6 മണിക്ക് ഈ എല്ലാ ചാനലുകളും ഈ ഫസ്റ്റ് തന്നെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രേതത്തെ വാർത്ത വെക്കും. നിങ്ങൾ ഈ തലേന്നത്തെ പടങ്ങി കൊള്ളുന്ന പാടി നിർത്തിയിട്ട് രാവിലെ 6 മണിക്ക് വാർത്ത വെക്കെന്ന് പറയാൻ ഒരു അപേക്ഷയുണ്ട്. ഓക്കെ, നമ്മളത് സാധാരണ ഇപ്പൊ ആളുകൾ 6 മണിക്ക് അധികം എഴുന്നേക്കുന്നതാണ്. അപ്പൊ 7 മണി തൊട്ട് തുടങ്ങാം. ഞാൻ ഏതായാലും ശ്രീ ദാസന്റെ അഭിപ്രായം ഞാൻ ഇവിടെ അറിയിക്കാം. ഞാൻ 5 മണിക്ക് ശരി, ഓക്കെ. വളരെ ചുരുക്കം ആളുകളെ ഇപ്പൊ ഇത്രയും നേരത്തെ നിൽക്കുന്നത്. ഏതായാലും വെരി ഗുഡ്. അപ്പൊ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് അത്രയും ശക്തിയും ഊർജ്ജവും കിട്ടുമെന്നാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു കേട്ടോ. ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അവരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇത് മലയാളിയുടെ മാറുന്ന സദാചാര ബോധമാണോ ഇത് ദൃശ്യമാക്കുന്നതെന്ന് ചോദിച്ചു. അതിൽ 66% ആളുകൾ മലയാളിയുടെ സദാചാര ബോധമൊക്കെ മാറുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ 44% ആളുകൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ പഴയ യാഥാസ്ഥിതിക ചിന്താഗതികളും അല്ലെങ്കിൽ നമ്മുടെ പഴയ പാരമ്പര്യ ചിന്താഗതികളും ഒക്കെ ഇപ്പോഴും മുറുകെ പിടിക്കുന്നവരാണ് മലയാളികൾ എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.